ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ യൂസിങ് ബ്ലൈസ് തിയറി ആണ്. കഴിഞ്ഞ ക്ലാസ്സസിൽ ബ്ലൈസ് തിയറി എന്താണെന്നും അതിൻ്റെ ലിമിറ്റേഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ബ്ലൈസ് തിയറി ഹാവ് എ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്, ബട്ട് സ്റ്റിൽ മേസൺട്രി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലൈസ് തിയറിയാണ്. സോ ഹൗ ക്യാൻ വി ഡിസൈൻ എ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ, അതിൻ്റെ ജസ്റ്റ് പ്രൊസീജിയറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കമ്പോണൻസിൻ്റെ ഡിസൈനായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, ഡിസൈൻ ഓഫ് പ്യൂക്ക ഫ്ലോർ ആൻഡ് ഏപ്രോൺസ്. പ്യൂക്ക ഫ്ലോർ അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ഹൊറിസോണ്ടൽ ഫ്ലോർ വിച്ച് ഈസ് എ മെയിൻ കമ്പോണൻറ്റ് ഇൻ അവർ മേസൺട്രി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ്. അതുപോലെ തന്നെ ഏപ്രോൺസ്, അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീമിലുള്ള സ്റ്റോൺ മേസൺട്രി സ്ട്രക്ചേഴ്സ് ആണ് ഞാൻ ഏപ്രോൺസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഡിസൈൻ ഓഫ് പ്യൂക്ക ഫ്ലോർ ആൻഡ് ഏപ്രോൺസ്. അതുപോലെ തന്നെ സെക്കൻഡ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ ഓഫ് വെയർ വോളാണ്. സോ ഈ ഒരു രണ്ട് ഡിസൈൻ പ്രൊസീജിയറായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇത് ഓരോന്നും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടൺ ഇക്വേഷൻസ് വി ആർ യൂസിങ്. സോ ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. ആ ഇക്വേഷൻസ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഡിസൈൻ ഓഫ് മേസൺട്രി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം വി ഹാവ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫിഗർ. സോ സെയിം ഫിഗർ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ സർട്ടൺ കമ്പോണൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് യൂസിങ് സർട്ടൺ നൊട്ടേഷൻസ് ലൈക്ക് L1, L2, L3, L4 എന്ന 4 ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓരോ ലെങ്ത്തുമാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദീസ് ലെങ്ത്സ്. സോ എങ്ങനെയാണ് ഈ ഓരോ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഓരോ ലെങ്ത്തുമാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഫ്ലോറിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര വേണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടത്. സോ ഈ ഒരു പ്യൂക്ക ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ടോട്ടൽ ലെങ്ത് ബ്ലൈസ് തിയറി വെച്ചിട്ടുള്ള ഡിസൈനിങ്ങിൽ പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലും അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം സൈഡിലും നമ്മൾ കട്ട് ഓഫ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചില കേസസിൽ നമ്മൾ കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യും, ചിലതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. സോ ഇൻ കേസ് കട്ട് ഓഫ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡിൽ കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ ഫ്ലോർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഇൻക്ലൂഡ്സ് ട്വൈസ് ദി ലെങ്ത് ഓഫ് ദി കട്ട് ഓഫ്. സോ ഇവിടെ ഒരു കട്ട് ഓഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ നമ്മൾ കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ട്വൈസ് ദി ലെങ്ത് ഓഫ് ദി കട്ട് ഓഫ്. സോ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്താണ് ബ്ലൈസ് തിയറി വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ദാറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ ഫ്ലോർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ ക്രീപ്പ് കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ക്രീപ്പ് എന്ന് ഡിഫൈൻ ചെയ്തത്, ബ്ലൈസ് ഡിഫൈൻ ചെയ്തത്. സോ അതിന്റെ ഇക്വേഷൻ C is equal to HL/L, വേർ HL/L ഈസ് ദി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. സോ അത് വെച്ച് നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ ഫ്ലോർ കാൽക്കുലേറ്റ് ചെയ്യാം ആസ് CHL, വേർ C ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ക്രീപ്പ് ആൻഡ് HL ഈസ് ദി ഹെഡ് ലോസ്. സോ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ ഫ്ലോർ അല്ലെങ്കിൽ പ്യൂക്ക ഫ്ലോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ടോട്ടൽ ലെങ്ത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത്തിൽ ആ ഒരു കട്ട് ഓഫിന്റെ ലെങ്ത്തിന്റെ ട്വൈസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടോട്ടൽ ലെങ്ത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള കേസാണ് പറഞ്ഞത്. ട്വൈസ് ദി ലെങ്ത് ഓഫ് ദി കട്ട് ഓഫും കൂടി ഈ ഒരു ടോട്ടൽ ലെങ്ത്തിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ആ ഒരു ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് L is equal to CHL എന്നും പറഞ്ഞൊരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ബ്ലൈസ് തിയറി ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞതാണ്, അക്കോർഡിംഗ് ടു ബ്ലൈസ് തിയറി നമ്മുടെ അപ്ലിഫ്റ്റ് ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫെയിലുവർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള തിക്നെസ്സിൽ നമ്മുടെ ഫ്ലോർ പ്രൊവൈഡ് ചെയ്താൽ മതി എന്നാണ് ബ്ലൈസ് പറഞ്ഞത്. ഇറ്റ് വാസ് എ ലിമിറ്റേഷൻ ഈവൻ ദോ ബ്ലൈസ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. സോ അതിന് നമ്മളൊരു ഇക്വേഷൻ അവിടെ ഡെറൈവ് ചെയ്തായിരുന്നു. സച്ച് ആസ് ഫ്ലോർ തിക്നെസ് T is equal to H/G-1, അതല്ലെങ്കിൽ H dash minus T by H-1/G-1 എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. സോ ആ ഒരു ഇക്വേഷന് സർട്ടൺ മോഡിഫിക്കേഷൻസ് വരുത്തി ഒരു മൾട്ടിപ്ലൈയിങ് ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്, മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു തിക്നെസ് കിട്ടുമെന്ന് ബ്ലൈസ് ലേറ്റർ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അങ്ങനെ ബ്ലൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ആണ് 1.33 എന്ന് പറയുന്നത്. സോ നമുക്ക് തിക്നെസ് ഓഫ് ദി ഫ്ലോർ T is equal to
1.33h/g-1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിന്റെ ആ ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറിന്റെ തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ലെങ്ത് L=CHലും അതുപോലെ തിക്നെസ് 1.33h/g-1 യൂസ് ചെയ്ത് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഫ്ലോറിന്റെ ഡിസൈൻ അവിടെ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഹൊറിസോണ്ടൽ ഫ്ലോർ ആണ്. നമ്മുടെ ഈ ഒരു ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് L1, L2, L3, L4 അങ്ങനെ 4 ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓരോ ലെങ്ത്തും എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ടോട്ടൽ ലെങ്ത് മാത്രം കിട്ടിയാൽ പോരല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അപ്സ്ട്രീം കട്ട് ഓഫ് അതുപോലെ ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ഇതൊക്കെ എത്ര ഡിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഏപ്രോൺസ് അപ്സ്ട്രീം സൈഡിലെ ഏപ്രോൺസ് അതുപോലെ ഡൗൺ സ്ട്രീം സൈഡിലെ ഏപ്രോൺസ് ഇതൊക്കെ എത്ര ഡിസ്റ്റൻസിലാണ് ഓരോ കമ്പോണന്റിൽ നിന്നും മാറി കൊടുക്കേണ്ടത്, അതിന് നമുക്ക് ഈ ഓരോ ലെങ്ത്തിൻ്റെയും ന്യൂമറിക്കൽ വാല്യൂ അറിയണം. സോ ഈ ഓരോ ലെങ്ത്തും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എംപിരിക്കൽ ആയിട്ടുള്ള ഫോർമുലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലൈസ് ഡെറൈവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ എന്താണ് L2 എന്ന് പറയുന്നത്, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, L2 എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഫ്ലോറിൻ്റെ ലെങ്ത് ആണ് നമ്മുടെ L2 എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ദി ഡൗൺ സ്ട്രീം പ്യൂക്ക ഫ്ലോർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫ്ലോർ ആണ് L2 എന്ന് പറയുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൈസ് എംപിരിക്കൽ ഫോർമുലാസ് ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സോ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മുടെ വെർട്ടിക്കൽ വാളിൻ്റെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇതിൽ നമ്മുടെ ഒരു ക്രസ്റ്റ് വാൾ, റേസ്ഡ് ക്രസ്റ്റ് വാളാണ്. സോ അതിൻ്റെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രസ്റ്റ് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പോണ്ടിങ് ഓഫ് വാട്ടറിൻ്റെ ഒരു പാർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ക്രസ്റ്റ് ഷട്ടേഴ്സ് വെച്ചിട്ടാണ്. മാക്സിമം പോണ്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേസ്ഡ് ക്രസ്റ്റ് വാളും അതിൻ്റെ ഒരു പാർട്ടിന് വേണ്ടിയിട്ട് ക്രസ്റ്റ് ഷട്ടേഴ്സുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. മെജോറിറ്റി ഓഫ് ദി വേവ് വാൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ചില കേസസിൽ, ഇൻ സം സ്പെഷ്യൽ കേസസ് നമ്മൾ ക്രസ്റ്റ് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാണ്ട് ഫുള്ളായിട്ടുള്ള പോണ്ടിങ്ങും ഈ ഒരു റേസ്ഡ് ക്രസ്റ്റ് വെച്ച് മാത്രം ചെയ്യും. അപ്പം അവിടെ എന്തായിരിക്കും പറ്റുന്നത്, നമ്മുടെ ഒരു റേസ്ഡ് ക്രസ്റ്റിൻ്റെ ടോപ്പ് വരുന്ന ആ ഒരു ലെവൽ വരെ മാത്രമേ നമ്മുടെ പോണ്ട് ലെവൽ ഉണ്ടാവൂ. അതിന് ബിയോണ്ട് ആയിട്ട് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോണ്ട് ലെവൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഒരു ക്രസ്റ്റ് ഷട്ടർ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡൗൺ സ്ട്രീം പ്യൂക്ക ഫ്ലോറിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കേസ് വരുമ്പോഴായാലും നമുക്ക് അവിടെ 2 സബ് ഡിവിഷൻസ് വരും. സച്ചാസ് അവിടെ ഒരു ക്രസ്റ്റ് ഷട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടുള്ള 2 കേസസ് നമുക്കവിടെ വരും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം L2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ ഡൗൺ സ്ട്രീമിലുള്ള ഹൊറിസോണ്ടൽ ഫ്ലോറിൻ്റെ ലെങ്ത്. സോ L2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എംപിരിക്കൽ ഫോർമുല ബ്ലൈസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, നമുക്കിപ്പം ഇവിടെ നമ്മൾ ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബ്ലൈസ് 2 കേസസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കേസും ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്ത കേസും. സോ 2 ഇക്വേഷൻസ് ആണ് ഈ ഒരു L2ൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വേറെ ക്രസ്റ്റ് വിത്ത് ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കേസ് ആണെങ്കിൽ നമ്മുടെ L2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് 2.21c √h/13 എന്നാണ്. ഓക്കെ, ഷട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കേസിൽ. സോ അതുപോലെ തന്നെ ഈ ഒരു ഷട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഡിനോമിനേറ്റർ മാറുന്നതേ ഉള്ളൂ. 2.21c √h/10 എന്നാകുന്നു ഷട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ. അതാണ് നമ്മുടെ ഡൗൺ സ്ട്രീമിലെ ഹൊറിസോണ്ടൽ ഫ്ലോർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഷട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ L2 എന്ന് പറയുന്നത് ഈസ് 2.21c √h/13 ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ വിത്ത് നോ ഷട്ടർ ആണെന്നുണ്ടെങ്കിൽ 2.21c √h/10 സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ക്രീപ്പ് ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ടോട്ടൽ ഹെഡ് ലോസ്, എച്ച് അല്ലെങ്കിൽ HL ടോട്ടൽ ഹെഡ് ലോസ് ആണ്. അതുപോലെ L2 എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഡൗൺ സ്ട്രീം സൈഡിലെ ഹൊറിസോണ്ടൽ ഫ്ലോറിന്റെ ലെങ്ത് ആണ്. സോ 2 ഇക്വേഷൻ, വിത്ത് ഷട്ടർ ആണെങ്കിൽ 2.21c √h/13, അതുപോലെ വിത്തൗട്ട് ഷട്ടർ ആണെങ്കിൽ 2.21c √h/10. ഓക്കെ, ദെൻ അതുപോലെ നമ്മുടെ ഈ ഒരു ഡൗൺ സ്ട്രീം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ ഫ്ലോറും ഉണ്ട് അല്ലെങ്കിൽ പ്യൂക്ക ഫ്ലോറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡൗൺ സ്ട്രീം സൈഡിൽ ഏപ്രോൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് L3 എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ
ഡൗൺ സ്ട്രീം സൈഡിലെ ടോട്ടൽ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു L2 അതുപോലെ തന്നെ L3 ആണ് വരുന്നത്. L2 ഇസ് ദി ലെങ്ത് ഓഫ് ദി ഡൗൺ സ്ട്രീം ഫ്ലോർ, പ്യൂക്ക ഫ്ലോർ, ആൻഡ് L3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഡൗൺ സ്ട്രീം ഏപ്രോൺ. സോ ടോട്ടൽ ഡൗൺ സ്ട്രീം സൈഡിൽ എത്ര ലെങ്ത് വേണം, ദാറ്റ് ഈസ് L2 പ്ലസ് L3. അതിന് ബ്ലൈസ് കൊണ്ടുവന്ന എംപിരിക്കൽ ഫോർമുലയാണ് 18C റൂട്ട് HL/13 ഇൻറ്റു Q/75. ഇതെന്ന് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കേസിലാണ്. അപ്പം നമ്മുടെ ഡൗൺ സ്ട്രീം സൈഡിലെ ടോട്ടൽ ലെങ്ത് എത്ര വേണം, L2 പ്ലസ് L3. അതിനുള്ള എംപിരിക്കൽ ഇക്വേഷൻ ഈസ് 18C റൂട്ട് H/13 ഇൻറ്റു Q/75. ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ഡിസൈൻ പ്രൊസീജിയർ എഴുതാൻ പറഞ്ഞാൽ 6 മാർക്കിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ ടോട്ടൽ ഡൗൺ സ്ട്രീം സൈഡിലെ ലെങ്ത് L2 പ്ലസ് L3 ഈസ് ഈക്വൽ ടു 18C റൂട്ട് H/13 ഇൻറ്റു Q/75 ആണ്. ഷട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സപ്പോസ് ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട സെയിം ഡിഫറൻസ് തന്നെയാണ്. നേരത്തെ കണ്ട ഡിഫറൻസ് ദാറ്റ് ഈസ് ഇവിടെ എന്ത് ചെയ്തു, ഷട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്തായി 10 ആയിട്ട് മാറി. ആ സെയിം ഡിഫറൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. 18C റൂട്ട് H/10 ഇൻറ്റു Q/75. രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആണ്. വിത്ത് ഷട്ടർ ആണെങ്കിൽ 13, വിത്തൗട്ട് ഷട്ടർ ആണെങ്കിൽ 10. ആ സെയിം ഡിഫറൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ടോട്ടൽ ഡൗൺ സ്ട്രീം ലെങ്ത് എന്ന് പറയുന്നത് L2 പ്ലസ് L3 ഈസ് വിത്ത് ഷട്ടർ ആണെങ്കിൽ 18C റൂട്ട് H/13 ഇൻറ്റു Q/75, വിത്തൗട്ട് ഷട്ടർ ആണെങ്കിൽ 18C റൂട്ട് H/10 ഇൻറ്റു Q/75 ആണ്. ഇതിൽ Q എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ചാർജ് ഇന്റൻസിറ്റി ആണ്. എത്ര വാട്ടറാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്, ക്യൂമെക്സ് പെർ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലുള്ള ഡിസ്ചാർജ് ഇന്റൻസിറ്റി ആണ് Q എന്ന് പറയുന്നത്. L3 നമ്മൾ പറഞ്ഞു ഡൗൺ സ്ട്രീം സൈഡിലെ എപ്രോണിന്റെ ലെങ്ത് ആണ്. അതുപോലെ L2 എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സൈഡിലെ പ്യൂക്ക ഫ്ലോറിന്റെ ലെങ്തും ആണ്. ഓക്കെ, ഇനി ഈ ഒരു L3 കമ്പോണന്റ് പോലെ തന്നെ അപ്സ്ട്രീം സൈഡിലും എന്ത് വരുന്നുണ്ട്, നമുക്കൊരു ഏപ്രോൺ കമ്പോണന്റ് വരുന്നുണ്ട്. അപ്സ്ട്രീം സൈഡിലെ ഏപ്രോണിന്റെ ലെങ്ത് ബ്ലൈസ് തിയറിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ബ്ലൈസിന്റെ ഒരു ഡിസൈൻ പ്രൊസീജിയറിൽ പറയുന്നത് ഡൗൺ സ്ട്രീമിലുള്ള എപ്രോണിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ എന്താണ് ഹാഫ് ആയിട്ടാണ് അപ്സ്ട്രീം സൈഡിൽ നമ്മൾ എപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ബ്ലൈസിന്റെ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് L4 എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും, L4 എന്ന് പറയുന്നത് L3ന്റെ ഹാഫ് ആയിരിക്കും. ഹാഫ് ഓഫ് L3 ആയിട്ടാണ് നമ്മൾ അപ്സ്ട്രീം സൈഡിൽ എപ്രോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ L4 ഇസ് ഈക്വൽ ടു 0.5 L3 എന്ന് പറയാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ എല്ലാ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ടോട്ടൽ ലെങ്ത് നമ്മൾ CHL എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ L2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കേസസ് വരുന്നുണ്ട്, വിത്ത് ഷട്ടറും വിത്തൗട്ട് ഷട്ടറും. വിത്ത് ഷട്ടർ വരുമ്പം L2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഈസ് 2.21C റൂട്ട് HL/13. അതുപോലെ വിത്തൗട്ട് ഷട്ടർ ആകുമ്പോൾ 2.21C റൂട്ട് HL/10 ആവുന്നു. ദെൻ അതുപോലെ L2 പ്ലസ് L3 എന്ന് പറയുന്നത് 18C റൂട്ട് HL/13 ഇൻറ്റു Q/75. വിത്ത് ഷട്ടർ ആണെങ്കിൽ, വിത്തൗട്ട് ഷട്ടർ ആണെങ്കിൽ ഈ ഒരു 13 മാറി എന്താവുന്നു, 10 ആയിട്ട് മാറുന്നു. Q എന്ന് പറയുന്നത് ക്യൂമെക്സ് പെർ മീറ്ററിലുള്ള ഡിസ്ചാർജ് ഇന്റൻസിറ്റി എത്രയാണോ അതാണ് Q എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ L4 എന്ന് പറയുന്നത് L3ന്റെ ഹാഫ് ആയിരിക്കും. അപ്സ്ട്രീം സൈഡിലെ എപ്രോൺ ലെങ്ത് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സൈഡിലെ എപ്രോൺ ലെങ്ത്തിന്റെ ഹാഫ് ആയിരിക്കും. സോ L2, L3, L4, L എല്ലാം ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, L1 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് സെപ്പറേറ്റ് ഒരു ഇക്വേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വെയർബോൾ വെച്ചിട്ടാണെങ്കിൽ, ഡയറക്റ്റ് വെയർബോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിക്ക് L2, L3, L4 എല്ലാം തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നു. ഇനി സപ്പോസ് നമുക്കിപ്പോൾ ഒരു അണ്ടേഴ്സ് ലൂയിസ് വഴിയാണ് നമ്മൾ ഇതൊരു കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരും. അതായത് നമ്മളിപ്പം അണ്ടേഴ്സ് ലൂയിസ് വഴിയുള്ള ഒരു ഡിസൈൻ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു L2ന്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു 2.21 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ മാറി 3.87 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് പോകുന്നു. 2.21 മാറി 3.87ലേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ L2 പ്ലസ് L3 എന്ന് പറയുന്ന അതിനുള്ള ഇക്വേഷൻ 18 മാറി എന്താവുന്നു, 27ലേക്കും പോകും. ഓക്കെ, ദെൻ ആ ഒരു ഡിഫറൻസ് മാത്രമാണ് അണ്ടേഴ്സ് ലൂയിസിന്റെ കേസ് വരുമ്പോൾ വരുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വെയർവോളിന്റെ. അതുപോലെ ഡയറക്റ്റ് വെയർവോൾ വഴിയുള്ള കൺസ്ട്രക്ഷൻ ആണ്. അണ്ടേഴ്സ് ലൂയിസ് വഴിയുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത് 2.21 മാറി 3.87 ആവും. അതുപോലെ ഇവിടെ L2 പ്ലസ് L3യിലുള്ള കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 18C എന്നുള്ളത് 27C ആയിട്ട് മാറുന്നു. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഡിസൈൻ ഓഫ് പ്യൂക്ക ഫ്ലോറും അതുപോലെ തന്നെ എപ്രോൺസും കഴിഞ്ഞു. ഇനി സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിസൈൻ ഓഫ് വെയർവോൾ ആണ്. സോ നമുക്ക് ഡിസൈൻ ഓഫ് വെയർവോൾ ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഡിസൈൻ ഓഫ് വെയർവോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെയർവോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്തുണ്ടാവും, ഒരു ടോപ്പിൽ ഒരു എന്തുണ്ടാവും,
വിഡ്ത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ബോട്ടത്തിൽ ഒരു വിഡ്ത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹൈറ്റ്, ഈ കമ്പോണൻസ് ഒക്കെയാണ് നമ്മുടെ വെയർ വോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്നത്. സോ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ അത് നമുക്ക് അറിയാൻ പറ്റും, ടോപ്പിലെ വിഡ്ത്തും അതുപോലെ തന്നെ ബോട്ടത്തിലെ വിഡ്ത്തും ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു, ഡൗൺ സ്ട്രീം സൈഡിലാണ് നമ്മൾ വെർട്ടിക്കൽ അല്ലെങ്കിൽ നിയർലി വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്സ്ട്രീം സൈഡിൽ അത് വെർട്ടിക്കൽ ആണെന്നില്ല. സോ ഒബ്വിയസ്ലി ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം വിഡ്ത്തിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം വിഡ്ത്തിനുള്ള ഇക്വേഷൻസ്, എംപിരിക്കൽ ഫോർമുലാസ് ആണ് ഡിസൈൻ ഓഫ് വെയർ വോളിൽ ബ്ലൈസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഇക്വേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാനിപ്പം ടോപ്പിലുള്ള വെയർ വോളിൻ്റെ വിഡ്ത്തിന് വേണ്ടിയിട്ട് B1 എന്ന് പറയുന്ന നൊട്ടേഷനും അതുപോലെ തന്നെ ബോട്ടത്തിൽ ക്യാപിറ്റൽ B എന്ന് പറയുന്ന ഒരു നൊട്ടേഷനാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ടോപ്പ് വിഡ്ത്ത് ഓഫ് ദി വെയർ വോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലൈസ് പറഞ്ഞിരിക്കുന്ന എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് B1 = h/√g-1 എന്നാണ് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വിഡ്ത്ത് ഓഫ് ദി വെയർ വോൾ ഈസ് ഗിവൺ ബൈ B1 = h/√g-1. ഇതിൽ h എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ മാക്സിമം വാട്ടർ ലെവൽ ഉണ്ടാവുന്ന സമയത്ത് ക്രസ്റ്റിന് എബോ ഉള്ള വാട്ടർ ലെവൽ എത്രയാണ്, അതായത് ആ ഒരു ക്രസ്റ്റിന് എബോ വാട്ടർ എത്ര ഹൈറ്റ് വരെ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ H എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഹെഡ് ഓഫ് ദി വാട്ടർ ഓവർ വെയർ വോൾ അറ്റ് ദി ടൈം ഓഫ് മാക്സിമം ഫ്ലഡ്, അതാണ് ക്യാപിറ്റൽ H എന്ന് പറയുന്നത്. അതുപോലെ തന്നെ G എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. G ഈസ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഫ്ലോർ മെറ്റീരിയൽ. ഓക്കെ, സോ B1 = h/√g-1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ടോപ്പ് വിഡ്ത്ത് ഓഫ് ദി വെയർ വോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നു, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. വേറെ h ഈസ് ദി എന്താണ് ഹൈറ്റ് ഓഫ് ദി വാട്ടർ എബോ ദി വെയർ അറ്റ് ദി ടൈം ഓഫ് മാക്സിമം ഫ്ലഡ്. അതുപോലെ തന്നെ G എന്ന് പറയുന്നത് നമ്മുടെ പ്യൂക്ക ഫ്ലോർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞു ഒബ്വിയസ്ലി ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് ടോപ്പ് വിഡ്ത്തിന് ഈക്വൽ ആവണം എന്നില്ല, സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. സോ ഒരു ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എന്താണ് B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ബോട്ടം വിഡ്ത്ത്. ബോട്ടം വിഡ്ത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന നൊട്ടേഷനാണ് B എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ h + ഹൈറ്റ് ഓഫ് ദി വെയർ ഡിവൈഡഡ് ബൈ √g-1. സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ള രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇവിടെ എന്ന് പറയുമ്പോൾ h/√g-1. അടുത്ത ഇക്വേഷൻ ബോട്ടം വിഡ്ത്ത് വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അവിടെ ഒരു ഇൻക്രീസ് ആണ് വരുന്നത്. സോ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഹൈറ്റ് ഓഫ് ദി വെയറും കൂടി ഞാൻ സം ചെയ്തിരിക്കുന്നു. h + ഹൈറ്റ് ഓഫ് ദി വെയർ ബൈ √g-1 ചെയ്യുമ്പോഴത്തേക്കും ബോട്ടം വിഡ്ത്ത് കിട്ടുന്നു. സോ ദസ് വി ഹാവ് കംപ്ലീറ്റഡ് ദി ഡിസൈൻ ഓഫ് അവർ മേസൺറി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ് അക്കോർഡിംഗ് ടു ബ്ലൈസ് തിയറി. സിമ്പിളായിട്ട് ഒന്നും കൂടി പറയാം. അതുപോലെ തന്നെ ഈ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് ജനറലി 1.5 to 1.8 ആ ഒരു റേഞ്ചിനുള്ളിലാണ് നമ്മുടെ ടോപ്പ് വിഡ്ത്ത് നമുക്ക് കിട്ടേണ്ടത്. h/√g-1 ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് 1.5 to 1.8 ആ ഒരു വാല്യൂവിനിടയ്ക്കാണ് നമ്മൾ ജനറലി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആ ഒരു റേഞ്ചും കൂടി ഓർത്തിരിക്കാം. സോ നമ്മളിതിൽ പഠിച്ച എംപിരിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ലെങ്ത്തിന് വേണ്ടിയിട്ട് CHL, അതുപോലെ തിക്നെസ്സിന് വേണ്ടിയിട്ട് 1.33 h/g-1. ദെൻ നമ്മൾ L2, L3, L4 എന്ന് പറയുന്ന 3 ലെങ്ത്തിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് കുറച്ച് ഫോർമുലാസ് പഠിച്ചു. ദാറ്റ് ഈസ് നമ്മൾ വിത്ത് ഷട്ടറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 2.21c √h/13 വിത്തൗട്ട് ഷട്ടർ ആണെങ്കിൽ 2.21c √h/10 ആണ്. 13 മാറി 10 ആവുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദെൻ L2 + L3 എന്ന് പറയുമ്പോഴത്തേക്കും 18c √h/13 × Q/75. ദെൻ വിത്തൗട്ട് ഷട്ടർ ആകുമ്പോഴത്തേക്കും ആ ഒരു 13 മാറി 10 ആവുന്നു. 18c √h/10 × Q/75. അതുപോലെ തന്നെ നമ്മുടെ L4 അപ്സ്ട്രീം സൈഡിലെ ഏപ്രോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡൗൺ സ്ട്രീമിലെ ഏപ്രോണിൻ്റെ ഹാഫ് ആയിരിക്കും. സോ L4 ഈസ് ഗിവൺ ബൈ 0.5 L3. ഇത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ അണ്ടർ സ്ലൂയിസും കൂടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അണ്ടർ സ്ലൂയിസ് വഴിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 2.21c എന്നുള്ളത് മാറി 3.87c ആവും. അതുപോലെ തന്നെ ഇവിടുത്തെ 18c എന്നുള്ളത് മാറി 27c ആവും. 2.21 മാറി 3.87, അതുപോലെ 18 മാറി 27. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. L4 ഒക്കെ സെയിം 0.5 L3 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വെയർ വോളിൻ്റെ ടോപ്പ് വിഡ്ത്തും അതുപോലെ തന്നെ ബോട്ടം വിഡ്ത്തും. ടോപ്പ് വിഡ്ത്തിന് B1 = h/√g-1, അതുപോലെ ബോട്ടം വിഡ്ത്ത് B is equal to h plus height of the wear by √g-1. ഓക്കെ, ഇതിൽ ബോട്ടം വിഡ്ത്ത് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കും 1.5നും 1.8നും ഇടയ്ക്കായിരിക്കും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ എച്ചും ജിയും അതുപോലെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസിലുള്ള Q അതുപോലെ തന്നെ HL ഈ ടേംസ് ഒക്കെ എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് തരുന്നാൽ നമുക്ക് ഈ ഒരു ഡിസൈൻ പ്രോസസ്സ് നമുക്ക് ദസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിഗർ വരച്ച് ഈ കമ്പോണൻസ് L1, L2, L3, L4 ഒക്കെ എന്താണെന്നും ജസ്റ്റ് ഒന്ന് അതിൽ ഫിഗറിൽ മെൻഷൻ ചെയ്തിരുന്നാൽ മതി. 6 മാർക്കിന് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദി ഡിസൈൻ പ്രൊസീജിയർ ഓഫ് എ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ വിത്ത് ബ്ലൈസ് തിയറി അല്ലെങ്കിൽ യൂസിങ് ബ്ലൈസ് തിയറി. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദസ് വി ക്യാൻ കംപ്ലീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ.
സോ ഈ ഒരു ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ മാക്സിമം നോക്കുക. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്